കരിപ്പൂരിൽ സ്വർണവുമായി എത്തുന്ന യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോകാനെത്തിയ 13-അംഗ സംഘം പോലീസിന്റെ പിടിയിൽ. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് 13 പേരെയും കസ്റ്റഡിയിലെടുത്തത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശി അൻസാറിന്റെയും പരപ്പനങ്ങാടി സ്വദേശി അലി അക്ബറിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ സംഘം വിമാനത്താവളത്തിലെത്തിയത്. അറസ്റ്റിലായ പ്രതികൾ ബോംബ് കേസ്, കൊലപാതക ശ്രമം, ഹൈവേയിലെ പിടിച്ചുപറി തുടങ്ങിയ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളിൽ നേരത്തെ ജയിലിൽ കിടന്നവരാണ്. സംഘത്തിലെ 3 പേർ കാറിൽ രക്ഷപ്പെട്ടു. 2 കാറുകളും ഒരു സ്കൂട്ടറും ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഈ സ്വർണ്ണക്കടത്ത് വീണ്ടും സജീവമാകുന്നത്. അത് സ്വർണം പൊട്ടിക്കലൊക്കെ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇതിനായി പ്രത്യേക സംഘങ്ങൾ തന്നെയുണ്ട്. അതിൽ കൊട്ടേഷൻ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഈ 13 പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? മാത്രമല്ല 3 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചത്? ഇവർ ഈ സ്വർണം പൊട്ടിക്കാൻ വേണ്ടി എത്തിയവരാണെന്ന വിവരം പോലീസിന് എങ്ങനെയാണ് ലഭിച്ചത്? ടോം, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രി പോലീസ് സംശയാസ്പദമായി കണ്ടെത്തിയ ഇവരെ പിടികൂടുകയായിരുന്നു. ഇവരോട് ചോദ്യം ചോദിച്ചപ്പോൾ ഇവർക്ക് കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു സാഹചര്യം സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇവരുടെ മൊബൈൽ ഫോണും മറ്റും പരിശോധിക്കുകയും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണം പൊട്ടിക്കാനാണ് ഇവരെത്തിയത് എന്ന് പോലീസിന് വ്യക്തമായത്. ഇവരുടെ കൂട്ടത്തിലുള്ള 3 പേർ ഇവരെ പിടികൂടിയതിൻ്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിന് പുറത്തു കടന്ന് ഒരു സ്വിഫ്റ്റ് കാറിൽ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പിടിയിലായതിൽ 13-ൽ 10ഓളം പേർ കണ്ണൂർ, കോഴിക്കോട് ജില്ലക്കാരാണ്. 2 പേർ മലപ്പുറം ജില്ലക്കാരാണ്. ഒരാൾ കർണാടക സ്വദേശിയാണ്, വിരാജ്പേട്ട സ്വദേശിയാണ്. ഇവരൊക്കെ തന്നെ പലതരം ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടവരും പിടിച്ചുപറി മുതൽ മറ്റ് ഗൗരവമാർന്ന കുറ്റങ്ങൾ ചെയ്തവരുമാണെന്നാണ്